ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. നെതന്യാഹുവിന് കൈ കൊടുക്കൂല എന്ന് പറഞ്ഞ, പെപ്സി കുടിക്കാൻ പരസ്യമായി മൈതാനത്ത് വെച്ച് വിസമ്മതിച്ച, ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ കോച്ച് പോലും കഴിഞ്ഞ ലോകകപ്പിൽ നേരെ പകുതിക്ക് ശേഷമാണ് അവനെ ഇറക്കിയത്. അവൻ കൂടുതൽ ഗോളടിച്ച് ടോപ്പ് സ്കോറർ ആകരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ കോച്ചിന് രാജിവെക്കേണ്ടി വന്ന് ജനകീയ രോഷം കൊണ്ട്. 660 മില്യൺ ആളുകൾ വ്യൂവേഴ്സ് ഉള്ള ആളാണ്. ജനരോഷം കൊണ്ട് പക്ഷേ അയാളെ ടീമിൽ നിന്ന് മാറ്റാൻ പറ്റാതെ വന്നപ്പോൾ ഇത്തവണ കൂട്ടുകളിക്കാർ അദ്ദേഹത്തിന് പന്ത് കൊടുക്കുന്നില്ല. ഒരു 3 സെക്കൻഡ് ഒരേ സമയം അയാളുടെ കാലുകളിൽ പന്ത് കാണുന്നുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. കാരണം എന്താ, സാമ്രാജ്യത്വത്തിന്റെ ഏജന്റാകാൻ വിസമ്മതിക്കുന്ന ഒരാളെ കളിക്കളത്തിൽ നശിപ്പിക്കുക. പണ്ട് നിങ്ങൾ കണ്ടില്ലേ, സൈനുദ്ദീൻ സൈദാൻ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ, ഫ്രാൻസിന്റെ 2 ഗോളുകളും സ്വന്തം നിലയ്ക്ക് അടിച്ച് ഫ്രാൻസിനെ ലോകകപ്പ് ജയിപ്പിച്ച ആ ചെറുപ്പക്കാരൻ രണ്ടാമത്തെ ഫൈനലിലും വീണ്ടും ഫ്രാൻസിനെ ജയിപ്പിക്കാൻ സമയമായപ്പോൾ ഇറ്റലിയിലെ ഫ്രാങ്കോ മട്ടറാസി എന്ന് പറയുന്ന ഒരുത്തം പുറകെ നടന്നുകൊണ്ട് അയാളെ ചീത്ത വിളിച്ചിട്ട് അയാളുടെ പ്രകോപനത്തെ ഉത്തേജിപ്പിച്ചിട്ട് തലകൊണ്ട് അയാളെ കുത്തി താഴെയിട്ടിട്ട് അയാൾ കളിക്കളത്തിൽ നിന്ന് ഫൈനലിൽ ഇറങ്ങിപ്പോകുന്നു. എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ വിരുദ്ധനാണെങ്കിൽ, ഇസ്രയേലിന്റെ വക്താവല്ലെങ്കിൽ അവനെ പൊറുപ്പിക്കില്ല കളിക്കളത്തിൽ പോലും എന്ന് പറയുന്ന വ്യവസ്ഥിതിയാണ് ലോകകപ്പ് നിയന്ത്രിക്കുന്നത്.